രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ രാധിക കവചം ക്ലാസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കോടാനുകോടി ജന്മങ്ങളുടെ പുണ്യം ചെയ്ത മഹാത്മാക്കളെ, കാരണം ഈ കോടാനുകോടി ജന്മം ചെയ്തവർക്ക് മാത്രമേ രാധിക കവചത്തിന്റെ ക്ലാസ് കേൾക്കാനുള്ള ഭാഗ്യം ലഭിക്കുകയുള്ളൂ. ഓർമ്മിക്കുക, രാധിക കവചം അതീവ ഭാഗ്യകരം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ രാധിക കവചം ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്ന വീഡിയോ നിങ്ങൾ കാണണം. അപ്പോൾ ഒന്നും കൂടെ ആലോചിക്കുക. രാധിക കവചം രണ്ടുണ്ട്. ആ രണ്ട് കവചവും ചൊല്ലണം. നിങ്ങൾക്ക് ഒരു കവചമായിരിക്കും പരിചിതം. പലരും രാധിക കവചം എന്ന് പറഞ്ഞ് ക്ലാസ് ഇടുന്നത് മറ്റേ രാധിക കവചമായിരിക്കും. അത് പോരാ, രണ്ടും ചൊല്ലിയാലേ പൂർണ്ണ ഫലം കിട്ടൂ. ഒരെണ്ണം മാത്രം ചൊല്ലിയാൽ നിങ്ങൾക്ക് പൂർണ്ണ ഫലം കിട്ടുകയില്ല. ഈ രണ്ട് കവചവും ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. ഇന്നത്തെ ദിവസം നമ്മൾ ആദ്യത്തെ കവചം ഇതാ ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്. ഈ രാധിക കവചം ചൊല്ലി ഇടാനുള്ള ഭാഗ്യമുണ്ടായത്, ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം രാധിക കവചം ചൊല്ലണമെങ്കിൽ ഭാഗ്യം ചെയ്തവർക്കേ പറ്റൂ. ഇതിനു മുമ്പുള്ള ജന്മങ്ങളിൽ പുണ്യം ചെയ്തവർക്കേ പറ്റൂ. ആ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് അഷ്ടപതിയിലൂടെയും നാരായണീയത്തിലൂടെയും നിങ്ങൾക്ക് സുപരിചിതയും പ്രിയങ്കരിയുമായി മാറിയ ആരാണ്? കൃഷ്ണപ്രിയ. നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയ നിശ്ചയമായും പുണ്യം ചെയ്ത കുട്ടിയാണ്.
മുജ്ജന്മത്ത് കൃഷ്ണപ്രിയ രാധിക ഭക്തയായിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് കൃഷ്ണപ്രിയയ്ക്ക് രാധിക കവചം പാടാനുള്ള അവസരം ലഭിച്ചത്. ഭാഗ്യം, അവസരവുമല്ല, ഭാഗ്യം ലഭിച്ചത്. എനിക്ക് ഈ രാധിക കവചം ആരെങ്കിലും കൊണ്ടൊന്ന് ചൊല്ലിയിടിക്കണമല്ലോ എന്ന് തോന്നിയപ്പോൾ എനിക്കറിയില്ല, എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തെളിഞ്ഞത്, വേറൊരു പേരും തെളിഞ്ഞില്ല, പെട്ടെന്ന് തെളിഞ്ഞത് കൃഷ്ണപ്രിയയുടേതാണ്. അത് ദേവി തെളിയിച്ചതാണ്. ഇതാ രാധിക കവചം കൃഷ്ണപ്രിയ പാടാൻ പോവുകയാണ്. ആദ്യം കുറേശ്ശെ വരികളാണ് പാടുന്നത്. ആദ്യം ഒരു 4 വരി പാടും, അത് ഞാൻ പഠിപ്പിക്കും. വീണ്ടും അടുത്ത 4 വരി പാടും, അത് ഞാൻ പഠിപ്പിക്കും. ഇതെല്ലാം കഴിയുമ്പോൾ രാധിക കവചം മൊത്തം പാടിയത്, കൃഷ്ണപ്രിയ പാടിയത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ രാധിക കവചത്തിൻ്റെ വീഡിയോ എഴുതി ഞാൻ ഇട്ടേക്കും. നിങ്ങളത് പോസ്റ്റ് ചെയ്ത് എഴുതിയെടുക്കണം. അല്ലാത്തവരെന്നെ വിളിച്ചാൽ ഞാനത് മാക്സിമം അയച്ചു തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണപ്രിയെ അത് പാടുന്നത് കേട്ടുകൊള്ളൂ. ശ്രീ രാധിക കവചം. സർവാദ്യാമേ ശിരപ്പാദു കേശം കേശവകാമിനി ഭാലം ഭഗവതേ പാദു ലീലാലോചനയുഗ്മകം നാസാം നാരായണീ പാദു സാനന്ദാചാധരോഷ്ടകം ജിഹ്വാം പാദോ ജഗന്മാതാ ദന്തം ദാമോദരപ്രിയ. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ അത് പാടിത്തന്നത് കേട്ടല്ലോ. അപ്പൊ നിങ്ങൾ കേൾക്കുക. രാധിക കവചം 2 ഉണ്ട്. അതിൽ ഒന്നാമത്തതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഈ രാധിക കവചം ഇതിൻ്റെ മഹിമ എന്താണ് അതറിയണമെങ്കിൽ ഇന്നലത്തെ രാധയുടെ പ്രണയം എന്ന വീഡിയോ നിങ്ങൾ കാണണം. ഇന്നലത്തെ രാധയുടെ പ്രണയം എന്ന വീഡിയോ ഈ രാധിക കവചത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ചുള്ളതാണ്. 111ാമത്തെ എപ്പിസോഡ് രാധയുടെ പ്രണയം. അപ്പൊ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഇന്നലത്തെ രാധയുടെ പ്രണയത്തില് രാധിക കവചം നിത്യവും ജപിച്ചാൽ എന്ന തമ്പുനയിലുള്ള ആ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം. അതോടൊപ്പം അതിനു മുമ്പുള്ള ചൊവ്വാഴ്ചത്തെ രാധയെ പൂജിച്ചാൽ എന്ന വീഡിയോ നിശ്ചയമായും കാണണം. ആരാണോ രാധിക കവചം ചൊല്ലാൻ ആഗ്രഹിക്കുന്നവര് അവര് നിശ്ചയമായും രാധയെ പൂജിച്ചാൽ എന്ന വീഡിയോയും കാണണം. ഇന്നലെ ഇറങ്ങിയ, അതായത് ചൊവ്വാഴ്ച ഇറങ്ങിയ രാധിക കവചം ജപിച്ചാൽ എന്ന വീഡിയോ, നിത്യവും ജപിച്ചാൽ എന്ന വീഡിയോയും നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ കണ്ടിരിക്കണം. പിന്നെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്ന വീഡിയോ. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഒരു നോട്ട്ബുക്കും പേനയും ഉണ്ടെങ്കിൽ നല്ലതാണ്. ഞാൻ എഴുതി തരാം. ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതിയെടുക്കണം. അപ്പൊ ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? സർവാദ്യാമേ ശിരഃ പാദുകേശം കേശവകാമിനീം. സർവാദ്യാമേ ശിരപാദുകേശം കേശവകാമിനീ ഫാലം ഭഗവതി പാദു ലീലാലോചനയുഗ്മകം. അപ്പോൾ ഇത് ഞാൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യവും കൂടെ പറഞ്ഞു തരാം. ഇതിനകത്ത് നിങ്ങൾ ചില പേരുകൾ കേൾക്കും. കേശവകാമിനി, നാരായണി, ജഗദംബ, ദാമോദരപ്രിയ, കൃഷ്ണേശ, കാളിന്തി കുലവാസിനി, കൃഷ്ണപ്രിയ, വസുന്ധരേശ, ലീല, സാനന്ദ, കൃഷ്ണസേവിക, ജാഹ്നവീശ്വരി, പിന്നെ ജലശായിനി, രാജേശ്വരി, ഇങ്ങനെ കുറേ പേരുകൾ കേൾക്കും. ഓർമ്മിക്കുക, ഇതൊക്കെ അതായത് നിന്റെ ശിരസ് ഇന്നാള് സംരക്ഷിക്കട്ടെ, കൈകൾ ഇന്നാള് സംരക്ഷിക്കട്ടെ, ഇവരൊക്കെ രാധാറാണിയുടെ അംശ അവതാരങ്ങളാണെന്നറിയുക. അപ്പൊ അല്ലാതെ ഇവരൊക്കെ ആരെന്നൊരു സംശയം വരണ്ട. ഇതിനകത്ത് കൃഷ്ണസേവിക എന്ന് പറയുമ്പോഴും, ജാഹ്നവീശ്വരി എന്ന് പറയുമ്പോഴും, ജലശായിനി എന്ന് പറയുമ്പോഴും, രാജേശ്വരി എന്ന് പറയുമ്പോഴും, കേശവകാമിനി എന്ന് പറയുമ്പോഴും, ജഗദംബ, നാരായണി, ഇതൊക്കെ രാധാറാണിയുടെ അംശ അവതാരങ്ങളാണെന്നും കൂടെ അറിയുക.
അപ്പൊ ഇവിടെ എന്താ പറഞ്ഞ സർവാദ്യ, അത് ദേവിയാണ്. സർവാദ്യാമേ ശിര. ശിര എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ തല, നമ്മുടെ ശിരസ്. പാതു കേശം. പാതു ഇതിനെ കണക്ട് ചെയ്യുന്ന ഒരു വേർഡാണ്, അതിനർത്ഥമൊന്നുമില്ല. കേശം, കേശം തലമുടി. കേശം തലമുടി. അതായത് പാതു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ രാജു, പിന്നെ അധികം, പിന്നെ ഗീത. അപ്പൊ അതിനൊരു അർത്ഥം കിട്ടണമെങ്കിൽ രാജുവും ഗീതയും ആ ഉമ്മിന്റെ പോലെ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അർത്ഥം എഴുതേണ്ടത് ശിര, തല, പിന്നെ ഏതാണ്? തല. കേശം, കേശം എന്ന് പറഞ്ഞ തലമുടി. കേശവകാമിനി അർത്ഥം എഴുതി വെക്കരുത്, അത് ദേവിയുടെ പേരാണ്. ഫാലം, ഫാലം നെറ്റിത്തടം. ഭഗവതി, അത് ഭഗവതി. പാതു ലീല. ലോചന, അടുത്ത അർത്ഥം എഴുതേണ്ടത് ലോചന. ലോചനം കണ്ണ്. യുഗ്മകം 2. ഇപ്പൊ നിങ്ങൾ അർത്ഥം എഴുതേണ്ടത് ഇത്രയേ ഉള്ളൂ. ശിരസ് അത് തല, കേശം തലമുടി, ഫാലം നെറ്റിത്തടം, പിന്നെ ലോചനം കണ്ണ്, യുഗ്മകം 2. ഇത്രയുമാണ് നിങ്ങൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്? അർത്ഥം എഴുതേണ്ടത്. അപ്പൊ ശ്രദ്ധിച്ചേട്ടെ. സർവാദ്യാമേം എന്ന് പറഞ്ഞ സർവാദ്യയായ, സകലരാലും പൂജിക്കപ്പെടുന്ന ദേവി, സാക്ഷാൽ രാധാറാണി എൻ്റെ ശിരസ് രക്ഷിക്കട്ടെ എന്നാണ്. സർവാദ്യാമേ ശിര പാതു. കണ്ടോ? സർവാദ്യാമേ ശിര, സർവാദ്യായ ദേവി എൻ്റെ ശിരസ് രക്ഷിക്കട്ടെ. ഇത് നല്ലതുപോലെ കേട്ടിട്ട് വേണം നിങ്ങൾ വായിക്കാൻ. സർവാദ്യാമേ, അങ്ങ് നല്ല തറയ്ക്കണം. സർവാദ്യാമേ, സർവാദ്യയായ രാധാറാണി മേ എൻ്റെ ശിര, ശിരസിനെ രക്ഷിക്കട്ടെ. തീർന്നില്ല. പാതു കേശം, എൻ്റെ കേശം, എൻ്റെ തലമുടിയെ ആര് രക്ഷിക്കട്ടെ? കേശവകാമിനി. കേശവകാമിനി എന്ന രാധാറാണിയുടെ അംശ അവതാരം എൻ്റെ തലമുടിയെ രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? ഫാലം ഭഗവതി. ഫാലം നെറ്റിത്തടം. അല്ല, എൻ്റെ നെറ്റിത്തടം എന്ന് പറയുന്നത് ഭഗവതി സംരക്ഷിക്കട്ടെ. പിന്നെ ലീല, എൻ്റെ 2 കണ്ണുകളെയും സംരക്ഷിക്കട്ടെ. ഇല്ലേ? എന്താ പറഞ്ഞ? ഫാലം ഭഗവതി. ഫാലം നെറ്റി, നെറ്റി ഭഗവതി സംരക്ഷിക്കട്ടെ. ലീല ലോചന യുഗ്മകം. ലീല എന്ന രാധാറാണിയുടെ അംശ അവതാരം എൻ്റെ ലോചനം കണ്ണുകൾ, യുഗ്മം 2 കണ്ണുകളും സംരക്ഷിക്കട്ടെ. ഓർമ്മിക്കുക, കവചം അർത്ഥമറിയാതെ ചുമ്മാ കുടുകുടുകുടുകുടുകുടാന്ന് ചൊല്ലിയാൽ ഒരു പ്രയോജനവും ഇല്ല. നന്നായിട്ട് അർത്ഥം അറിഞ്ഞ് തന്നെ ചൊല്ലണം. അപ്പൊ നിങ്ങൾക്കിപ്പോ നല്ല പിടി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നും കൂടെ പറയാം. സർവാദ്യ, സർവരാലും ആരാധിക്കപ്പെടുന്ന മേശിരഹ. സർവാദ്യാമേശിരഹ, എല്ലാവരാലും ആരാധിക്കപ്പെടുന്ന രാധാറാണി എൻ്റെ ശിരസിനെ സംരക്ഷിക്കട്ടെ. പാതു, പാതു അർത്ഥമൊന്നുമില്ല. കേശം, എൻ്റെ തലമുടി കേശവകാമിനി. കേശവകാമിനി എന്ന രാധാജിയുടെ അംശാവതാരം സംരക്ഷിക്കട്ടെ. ഫാലം, എൻ്റെ നെറ്റിത്തടം ഭഗവതി ലീല. എൻ്റെ ഫാലം ഭഗവതി പാതു. എൻ്റെ നെറ്റിത്തടത്തെ ആര് രക്ഷിക്കട്ടെ? എൻ്റെ നെറ്റിത്തടത്തെ ഭഗവതി രക്ഷിക്കട്ടെ. ലീലാലോചന യുഗ്മകം. എൻ്റെ കണ്ണുകളെ ആര് സംരക്ഷിക്കട്ടെ? ലീല സംരക്ഷിക്കട്ടെ. അപ്പൊ സർവാദ്യയായ ദേവി എൻ്റെ ശിരസിനെ സംരക്ഷിക്കട്ടെ. കേശവകാമിനി എൻ്റെ തലമുടിയെ സംരക്ഷിക്കട്ടെ. ഭഗവതി എൻ്റെ നെറ്റിത്തടത്തെ സംരക്ഷിക്കട്ടെ. ലീല എൻ്റെ 2 കണ്ണുകളെയും സംരക്ഷിക്കട്ടെ. അതാ പാതു കേശം കേശവകാമിനി. പാതു കേശം, കേശം തലമുടി, കേശവകാമിനി സംരക്ഷിക്കട്ടെ. അവിടെ നേരത്തെ ഞാൻ പറഞ്ഞത് തിരിഞ്ഞോന്നൊരു സംശയം ഉള്ളതുകൊണ്ടാണ് ആവർത്തിച്ചത്. എൻ്റെ കേശം കേശവകാമിനി സംരക്ഷിക്കട്ടെ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്ത ശ്ലോകം എന്താണ്? നാസാം നാരായണീ പാതു സാനന്ദ ചാധരൗഷ്ടകം.
ജിഹ്വാ പാതു ജഗന്മാതാ ദന്തം ദാമോദരപ്രിയം. അവിടെ നിങ്ങൾ അർത്ഥം എഴുതണം. നാസാം, നാസാം മൂക്ക്, നാസാം മൂക്ക്. നാരായണി, നാരായണി സംരക്ഷിക്കട്ടെ. പാതു അതൊരു കണക്റ്റിംഗ് വേർഡാണ്, അർത്ഥമില്ല. സാനന്ദ, സാനന്ദ സംരക്ഷിക്കട്ടെ. ചാത ഔഷ്ടകം, അത് ചാത അധികം ഔഷ്ടകം. പിരിച്ചെഴുതുമ്പോഴാണ്, ചേർത്തെഴുതുമ്പം ചാതരൗഷ്ടകം. അപ്പൊ നിങ്ങൾ എഴുതുക ഔഷ്ടകം സമം, ഔഷ്ടകം ചുണ്ടുകൾ, ചാതരൗഷ്ടകം ചുണ്ടുകൾ, അർത്ഥം എഴുതിക്കോ ചുണ്ടുകൾ. ജിഹ്വ നാവ്, ദന്തം പല്ല്. അപ്പൊ നാരായണി എൻ്റെ നാസിക, എൻ്റെ മൂക്കിനെ രാധാറാണിയുടെ അംശാവതാരമായ സാക്ഷാൽ നാരായണി തന്നെ സംരക്ഷിക്കട്ടെ. എൻ്റെ കീഴ്ചുണ്ടിനെയും മേൽചുണ്ടിനെയും രാധാജിയുടെ അംശാവതാരമായ സാനന്ദ തന്നെ സംരക്ഷിക്കട്ടെ. എൻ്റെ നാവിനെ സാക്ഷാൽ ജഗദംബ തന്നെ സംരക്ഷിക്കട്ടെ. എൻ്റെ പല്ലുകളെ ദാമോദരപ്രിയയായ സാക്ഷാൽ രാധാറാണി സംരക്ഷിക്കട്ടെ. അപ്പൊ നോക്കേ, നാസാം നാരായണീ പാതു. നാസാം എൻ്റെ മൂക്കിനെ, നാരായണി എൻ്റെ മൂക്കിനെ നാരായണി സംരക്ഷിക്കട്ടെ. സാനന്ദ ചാതരൗഷ്ടകം. സാനന്ദ എന്ന രാധാറാണിയുടെ അംശാവതാരം ആരെ? ചാതരൗഷ്ടകം, എൻ്റെ മേൽചുണ്ടിനെയും കീഴ്ചുണ്ടിനെയും സാനന്ദ സംരക്ഷിക്കട്ടെ. ജിഹ്വാം നാക്ക്, എൻ്റെ നാവിനെ പാതു ജഗന്മാത, ഈ ജഗന്മാത ജഗദംബ എൻ്റെ നാക്കിനെ സംരക്ഷിക്കട്ടെ. ദന്താം എൻ്റെ പല്ലുകളെ ദാമോദരപ്രിയം, എൻ്റെ പല്ലുകളെ ദാമോദരപ്രിയ എന്ത് ചെയ്യട്ടെ? സംരക്ഷിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് നല്ലതുപോലെ അത് പിടികിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നും കൂടെ കേട്ടങ്ങ് ഉറപ്പീര് നിങ്ങൾ. നാസാം എൻ്റെ മൂക്കിനെ നാരായണി, നാരായണി സംരക്ഷിക്കട്ടെ. പാതു അർത്ഥമില്ല. സാനന്ദ ചൗധരൗഷ്ടകം, ഔഷ്ടകമാണ്. ഔഷ്ടകം മേൽചുണ്ടും കീഴ്ചുണ്ടും. എൻ്റെ രണ്ട് ചുണ്ടുകളെയും സാനന്ദ സംരക്ഷിക്കണമേ, ആപത്ത് വരാതെ സംരക്ഷിക്കണേ. ജിഹ്വ പാതു ജഗന്മാത, ജഗന്മാത ജഗദംബ, ഈ ജഗത്തിൻ്റെ മാതാവ് ജഗദംബിക എൻ്റെ നാവിന് ഒരാപത്തും വരാതെ സംരക്ഷിക്കണേ. ദന്തം ദാമോദരപ്രിയ, എൻ്റെ പല്ലുകൾക്ക് യാതൊരു കുഴപ്പവും വരാതെ ദാമോദരപ്രിയ സംരക്ഷിക്കണേ. ഇനി അടുത്തത് വീണ്ടും കൃഷ്ണപ്രിയ പാടുകയാണ്. കപോലയുഗ്മം കൃഷ്ണേശ കണ്ഠം കൃഷ്ണപ്രിയാവതോ കർണയുഗ്മം സദാ പാതു കാളിന്ദേ കുലവാസിനി വസുന്ധരേശാ വക്ഷോമി പരമാസാപയോധരം പത്മനാഭപ്രിയാനാഭി ജഠരം ജാഹ്നവീശ്വരീ നിത്യാനിദംബയുഗ്മം മേ കംകാലം കൃഷ്ണസേവിതാ പരാത്പരാ പാദുപൃഷ്ഠം സുശ്രോണീ ശ്രോണികായുഗം. അപ്പോൾ അടുത്തത് കൃഷ്ണപ്രിയ പാടിയത് കേട്ടല്ലോ. അപ്പൊ ആദ്യത്തതിന്റെ അർത്ഥം നിങ്ങൾക്ക് എഴുതണമെങ്കിൽ മലയാളത്തിൽ ഇങ്ങനെ എഴുതിക്കോളണം. ഞാൻ പറഞ്ഞു തരാം. എന്താണ്? സർവാദ്യയായ ദേവി എൻ്റെ ശിരസ് രക്ഷിക്കട്ടെ. വേണമെങ്കിൽ എഴുതി വെച്ചോളണം. കേശവകാമിനി എൻ്റെ തലമുടി സംരക്ഷിക്കട്ടെ. ഭഗവതി നെറ്റിത്തടത്തെ സംരക്ഷിക്കട്ടെ. ലീല എൻ്റെ രണ്ട് കണ്ണുകളെയും രക്ഷിക്കട്ടെ. പിന്നെ നാരായണി എൻ്റെ നാസിക രക്ഷിക്കട്ടെ. സാനന്ദ എൻ്റെ മേൽചുണ്ടും കീഴ്ചുണ്ടും സംരക്ഷിക്കട്ടെ. ജഗദംബ എൻ്റെ നാവിനെ രക്ഷിക്കട്ടെ. ദാമോദരപ്രിയ എൻ്റെ പല്ലുകളെ രക്ഷിക്കട്ടെ.
ഇനി അടുത്തത് നമുക്ക് അങ്ങോട്ട് പഠിപ്പിക്കാനായിട്ട് തുടങ്ങാം. കപോലയുഗ്മം കൃഷ്ണേശ കണ്ഠം കൃഷ്ണപ്രിയ അവധൂ. ആ ബുക്കിനകത്തെ എഫ് എന്ന് കിടക്കുന്നതൊക്കെ നിങ്ങൾ ആ എന്നാണ് വായിക്കേണ്ടത്, സംസ്കൃതമാണ്. കർണയുഗ്മം സദാപാദു കാളിന്തി കുലവാസിനി. അർത്ഥം എഴുതിക്കോ. കപോലം സമം കവിൾ, കപോലം കവിള്. യുഗ്മം, യുഗ്മം രണ്ട്, രണ്ട്. ഇനി കപോലയുഗ്മം അർത്ഥം രണ്ട് കവിൾത്തടങ്ങളും, കപോലയുഗ്മം രണ്ട് കവിൾത്തടങ്ങളും. കണ്ഠം അർത്ഥം എഴുത് കഴുത്ത്, കഴുത്ത്. കർണം അർത്ഥം എഴുത് ചെവി. യുഗ്മം രണ്ട്. ഇവിടെ പറയുന്നത് എൻ്റെ രണ്ട് കവിളുകൾക്കും യാതൊരാപത്തും വരാതെ രാധാറാണിയുടെ അംശാവതാരമായ കൃഷ്ണേശ രക്ഷിക്കണമേ. എൻ്റെ രണ്ട് ചെവികൾക്കും യാതൊരാപത്തും വരാതെ രാധാജിയുടെ ശക്തി പകർന്നു കിട്ടിയ കാളിന്തി കുലവാസിനി രക്ഷിക്കണമേ. എൻ്റെ കഴുത്തിനെ കൃഷ്ണപ്രിയ തന്നെ സംരക്ഷിക്കണേ, ആപത്തു വരാതെ. ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലെ അർത്ഥമെന്ന് പറയുന്നത്. എങ്കിലും ഞാൻ ഒന്നും കൂടെ നല്ലതുപോലെ പറഞ്ഞു തരാം. കപോലയുഗ്മം, കപോലം കവിള്, യുഗ്മം രണ്ട്, കപോലയുഗ്മം രണ്ട് കവിൾത്തടങ്ങളും. ഇങ്ങനെ നല്ലതുപോലെ പഠിക്കണം. കപോലയുഗ്മം രണ്ട് കവിൾത്തടങ്ങളും കൃഷ്ണേശ. മനസ്സിലായില്ലേ? കപോലയുഗ്മം കൃഷ്ണേശ. എൻ്റെ രണ്ട് കപോലങ്ങളെയും എൻ്റെ രണ്ട് കവിൾത്തടങ്ങളെയും കൃഷ്ണേശ എന്ന ദേവത സംരക്ഷിക്കണേ, ആപത്തു വരാതെ. കണ്ഠം കൃഷ്ണപ്രിയ അവധൂ. ഇല്ലേ? കണ്ഠം എന്ന് പറഞ്ഞാൽ കഴുത്ത്. എൻ്റെ കഴുത്ത് യാതൊരാപത്തും വരാതെ കൃഷ്ണപ്രിയ തന്നെ സംരക്ഷിച്ച് നിർത്തണമേ. പിന്നെ കർണയുഗ്മം, കർണം ചെവി. എൻ്റെ രണ്ട് ചെവികളെയും സദാ പാതു കാളിന്തി കുലവാസിനി. എൻ്റെ രണ്ട് ചെവികൾക്കും ഭഗവാനെ ഒരാപത്തും വരാതെ, ചെവിക്കകത്ത് വെള്ളം കയറുക, പക്കികൾ കയറിപ്പോവുക, ഒരാപത്തും വരാതെ എൻ്റെ രണ്ട് ചെവികളെയും സാക്ഷാൽ കാളിന്തി കുലവാസിനി തന്നെ രക്ഷിക്കണേ. നിങ്ങൾക്ക് മൊത്തം അർത്ഥം മലയാളത്തിൽ എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കൊള്ളൂ. എൻ്റെ രണ്ട് കവിളുകളെയും കൃഷ്ണേശ രക്ഷിക്കട്ടെ. എൻ്റെ ചെവികളെ കാളിന്തി കുലവാസിനി രക്ഷിക്കണമേ. കൃഷ്ണപ്രിയ എൻ്റെ കണ്ഠത്തെ രക്ഷിക്കണമേ. ഇനി അടുത്തത് വസുന്ധരേശ വക്ഷോമേ പരമാസപയോധരം പത്മനാഭപ്രിയാനാഭി ജഡരം ജാഹ്നവീശ്വരീ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്ന? വസുന്ധരേശ, അത് ദേവതയാണ്. അർത്ഥം എഴുതിക്കോ. വക്ഷം, വക്ഷസ്. വക്ഷം എന്ന് പറഞ്ഞാൽ നെഞ്ച്, ഹൃദയം. രണ്ടർത്ഥമുണ്ട്. ഒന്ന് നെഞ്ച്, മറ്റൊന്ന് ഹൃദയം. പയോധരം, പയോധരം അർത്ഥം എഴുത് മാറിടം, മാറിടം. നാഭി, നാഭി അർത്ഥം എഴുത് പുക്കിള്, പുക്കിള്. ജഠരം അർത്ഥം എഴുത് ജഠരം, വയറ്. അപ്പൊ എന്താ പറഞ്ഞ? വസുന്ധരേശ വക്ഷോമേ പരമാസാപയോധരം പത്മനാഭപ്രിയാനാഭി ജഠരം ജാഹ്നവീശ്വരീ. എൻ്റെ നെഞ്ചിനെ, എൻ്റെ ഹൃദയത്തെ യാതൊരാപത്തും വരാതെ രാധാജിയുടെ ശക്തി പകർന്നു കിട്ടിയ വസുന്ധരേശ തന്നെ സംരക്ഷിക്കണേ. എൻ്റെ മാറിടത്തെ, അത് സ്ത്രീയുടെ പ്രാർത്ഥനയാണ്, എൻ്റെ മാറിടത്തെ പരമയായ ദേവി തന്നെ രക്ഷിക്കണേ. എൻ്റെ പൊക്കിളിനെ പത്മനാഭപ്രിയ തന്നെ കാത്തുകൊള്ളണേ, ആപത്ത് വരാതെ. എൻ്റെ വയറിനെ ജാഹ്നവീശ്വരി തന്നെ രക്ഷിക്കണേ. ഇതാണ് അർത്ഥം. അപ്പോൾ വേണമെങ്കിലൊന്ന് എഴുതിക്കോ. വസുന്ധരേശ എൻ്റെ നെഞ്ച്, കോമ ഹൃദയം രക്ഷിക്കട്ടെ. വസുന്ധരേശ എൻ്റെ നെഞ്ച്, കോമ ഹൃദയം രക്ഷിക്കട്ടെ. പരമയായ ദേവി എൻ്റെ മാറിടം രക്ഷിക്കണമേ. എൻ്റെ പൊക്കിൾ
പത്മനാഭപ്രിയ തന്നെ രക്ഷിക്കണമേ. എൻ്റെ വയറ് ജാഹ്നവീശ്വരി എന്ന രാധാറാണിയുടെ ശക്തിമത്തായ അംശമുള്ള ദേവത തന്നെ രക്ഷിക്കണമേ. നിങ്ങൾ അങ്ങനെ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി, എൻ്റെ വയറിനെ ജാഹ്നവീശ്വരി രക്ഷിക്കണേ. അപ്പോൾ ഒന്നും കൂടെ വരി നോക്കേ. വസുന്ധരേശ വക്ഷോമേ, എൻ്റെ വക്ഷസിനെ, എൻ്റെ നെഞ്ചിനെ, എൻ്റെ ഹൃദയത്തെ വസുന്ധരേശ എന്ന ദേവത സംരക്ഷിക്കണേ. പരമാസ പയോധരം, പരമയായ ദേവി. പരമാസ എന്ന് പറഞ്ഞ പരമയായ ദേവി. പരമയായ ദേവി തന്നെ, രാധാറാണി തന്നെ എൻ്റെ പയോധരം, എൻ്റെ മാറിടത്തെ രക്ഷിക്കണേ. സ്ത്രീകളൊക്കെ അത് പ്രാർത്ഥിക്കണം. കാരണം ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അമ്മേ, രാധാറാണി അമ്മേ, അങ്ങനെ ഒന്നും വരുത്താതെ എൻ്റെ മാറിടത്തെ എൻ്റെ പൊന്ന് രാധാറാണി അമ്മ തന്നെ നേരിട്ട് കാത്ത് രക്ഷിക്കണേ എന്ന് വേണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. കണ്ടോ, ആംബുലൻസ് പോവുകയാണ്, ആ അടയാളം തന്നതാണ്, മനസ്സിലായില്ലേ? മാറിടം, സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടതാണ് മാറിടം, ബ്രസ്റ്റ് ക്യാൻസർ. അപ്പം അവിടെ ആ ബ്രസ്റ്റ് ക്യാൻസർ വരാതെ ആ മാറിടത്തെ പരമയായ ദേവി രാധാറാണി തന്നെ രക്ഷിക്കണേ. പത്മനാഭപ്രിയ നാഭി, എൻ്റെ നാഭി അഥവാ പുക്കിള് പത്മനാഭപ്രിയ തന്നെ സംരക്ഷിക്കണം. ജഠരം ജാഹ്നവീശ്വരി, എൻ്റെ വയറുണ്ടല്ലോ, ആര് തന്നെ സംരക്ഷിക്കണം? ജാഹ്നവീശ്വരി തന്നെ എൻ്റെ വയറ് സംരക്ഷിക്കണം. ഇനി നിത്യാനിദംബയുഗ്മം മേ കങ്കാലം കൃഷ്ണസേവിത പരാത്പരാപാദു പൃഷ്ടം സുശ്രോണി ശ്രോണികായുഗം. അർത്ഥം എഴുതിക്കോ. നിദംബം അരക്കെട്ട്, അരക്കെട്ട്. കംകാലം, കംകാലം അസ്ഥികൾ. അർത്ഥം എഴുതിക്കോ. കംകാലം അസ്ഥികൾ. പാദു പൃഷ്ടം, ഇവിടെ പൃഷ്ടത്തിൻ്റെ അർത്ഥം നട്ടല്. പൃഷ്ടത്തിന് വേറെയും അർത്ഥമുണ്ട്, പക്ഷേ ഈ ശ്ലോകത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്ന പൃഷ്ടത്തിൻ്റെ അർത്ഥം നട്ടല്. ശ്രോണികായുഗം, അതും അരക്കെട്ട് തന്നെയാണ്, മനസ്സിലല്ലേ? ശ്രോണികായുഗം അരക്കെട്ട് തന്നെയാണ്. അരക്കെട്ട് തന്നെ രണ്ട് വിധത്തിൽ, അത്രയേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ചു കേട്ടെ. നിത്യാനിദംബയുഗ്മം മേ കങ്കാലം കൃഷ്ണസേവിത പരാത്പരാപാദു പൃഷ്ടം സുശ്രോണി ശ്രോണികായുഗം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിത്യ എന്ന ദേവത എൻ്റെ നിദംബങ്ങളെ രക്ഷിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിദംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അരക്കെട്ടിൻ്റെ പിൻഭാഗം. ഇവിടുത്തെ നിദംബം ഉദ്ദേശിക്കുന്നത് അരക്കെട്ടിൻ്റെ പിൻഭാഗം. എൻ്റെ അരക്കെട്ടിൻ്റെ പിൻഭാഗത്തെ നിത്യ എന്ന ദേവത തന്നെ രക്ഷിക്കണം. പിന്നെ കൃഷ്ണസേവിക എന്ന ദേവത തന്നെ എൻ്റെ അസ്ഥികളെ സംരക്ഷിക്കണം. പരാത്പര എന്ന ദേവത എൻ്റെ നട്ടെല്ലിനെ സംരക്ഷിക്കണം. സുശ്രോണി എന്ന രാധികയുടെ ശക്തിയുള്ള ദേവത തന്നെ എൻ്റെ അരക്കെട്ടിനെ രക്ഷിക്കണം. അപ്പോൾ ഇവിടെ മനസ്സിലായില്ലേ? നിദംബം അരക്കെട്ടെന്നാണ് നമ്മൾ ഡിക്ഷണറി എടുത്താൽ അർത്ഥം കിട്ടുന്നത്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അരക്കെട്ടിൻ്റെ പിൻഭാഗം എന്നാണ്. അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചേ. നിത്യ, നിത്യ എന്ന ദേവത നിദംബയുഗ്മം, അരക്കെട്ടിൻ്റെ പിൻഭാഗത്തുള്ള ആ രണ്ട് ഭാഗത്തെയും നിത്യ എന്ന ദേവത സംരക്ഷിക്കണേ. കംകാലം കൃഷ്ണസേവിത, കംകാലം അസ്ഥികള്, എൻ്റെ അസ്ഥികള്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ കൃഷ്ണസേവിത എന്ന ദേവത തന്നെ സംരക്ഷിക്കണേ. പരാത്പര പാദു പൃഷ്ടം, അല്ലേ? എൻ്റെ പൃഷ്ഠത്തെ ആര് തന്നെ സംരക്ഷിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്? പരാത്പര, പൃഷ്ഠം നട്ടല്. അപ്പൊ എൻ്റെ നട്ടലിനെ പരാത്പര എന്ന് പറയുന്ന ആ ദേവത തന്നെ സംരക്ഷിക്കണേ. സുശ്രോണി ശ്രോണികായുഗം, സുശ്രോണി, സുശ്രോണി എന്ന ദേവത തന്നെ ശ്രോണികായുഗം അരക്കെട്ട്, എൻ്റെ അരക്കെട്ടിനെ സുശ്രോണി എന്ന ദേവത സംരക്ഷിക്കണം. ഒന്നും കൂടെ കേട്ടെ. നിത്യ, അത് നിത്യ എന്ന ദേവത. നിദംബം അരക്കെട്ടിൻ്റെ പിൻഭാഗം. യുഗ്മം ആ അരക്കെട്ടിൻ്റെ പിൻഭാഗം രണ്ടും സംരക്ഷിക്കണം. കംകാലം എൻ്റെ അസ്ഥികൾ.
കൃഷ്ണസേവിത, കൃഷ്ണസേവിത എന്ന ദേവത സംരക്ഷിക്കണം. പരാത്പര, അത് ദേവതയുടെ പേര്. പാതു പൃഷ്ഠം, എൻ്റെ നട്ടെല്ല് പരാത്പര എന്ന ദേവത സംരക്ഷിക്കണം. സുശ്രോണി, സുശ്രോണി ദേവതയുടെ പേരാണ്. സുശ്രോണി എന്ന ദേവത ശ്രോണികായുഗം, എൻ്റെ അരക്കെട്ടിനെ സംരക്ഷിക്കണം. വേണ്ടുന്നവർ എഴുതിയെടുത്തോ. നിത്യ എൻ്റെ നിതംബങ്ങളെ രക്ഷിക്കട്ടെ. അതായത് അവിടെ എഴുതണം, നിത്യ എൻ്റെ അരക്കെട്ടിൻ്റെ പിൻഭാഗത്ത് രക്ഷിക്കട്ടെ. കൃഷ്ണസേവിക അസ്ഥികളെ രക്ഷിക്കട്ടെ. പരാത്പര എൻ്റെ നട്ടെല്ലിനെ രക്ഷിക്കട്ടെ. സുശ്രോണി എൻ്റെ അരക്കെട്ടിനെ രക്ഷിക്കട്ടെ. പരമാദ്യാപാനയുഗ്മം നഖരാംശ്ച നരോത്തമാ സർവാംഗം മേ സദാ പാതു സർവേഷാ സർവമംഗളാ. പാതുരാസേശ്വരീ രാധാ സ്വപ്നേ ജാഗരണേ ച മാം ജലേ സ്ഥലേ ചാന്തരീക്ഷേ സേവിതാ ജലശായിനി. അപ്പോൾ നമുക്ക് അടുത്തത് പഠിക്കാം. പരമാദ്യാപാനയുഗ്മം നഗരാംശ നരോത്തമാ സർവാംഗം മേ സദാ പാതു സർവേഷ സർവമംഗള. ഇതിനകത്ത് അർത്ഥം എഴുതാനൊന്നുമില്ല. പാനയുഗ്മം, പാനം എന്ന് പറഞ്ഞാൽ പാദമാണ്, രണ്ട് പാദങ്ങളെയും. അപ്പോൾ ഇവിടെ നോക്കേ, പരമാദ്യ, പരമാദ്യ എന്ന് പറയുന്ന ദേവത എൻ്റെ പാനയുഗ്മങ്ങളെ, യുഗ്മൻ രണ്ട് പാദങ്ങളെയും സംരക്ഷിക്കട്ടെ. നഖരാംശ എൻ്റെ നഖങ്ങളെ, നരോത്തമ, നരോത്തമ എന്ന ദേവത സംരക്ഷിക്കട്ടെ. സർവാംഗം എൻ്റെ സകല അവയവങ്ങളെയും, മേ സദാ പാതു സർവ അംഗം, അംഗം അവയവം, അപ്പൊ സർവാംഗം എൻ്റെ സകല അവയവങ്ങളെയും, സർവേഷ സർവമംഗള, സർവമംഗള രക്ഷിക്കട്ടെ. അപ്പൊ ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പരമാദ്യ എന്ന ദേവത എൻ്റെ പാദങ്ങളെ രണ്ടിനെയും രക്ഷിക്കട്ടെ. നരോത്തമ എന്ന ദേവത എൻ്റെ നഖങ്ങളെ രക്ഷിക്കട്ടെ. സർവമംഗള എന്ന ദേവത എൻ്റെ എല്ലാ അവയവങ്ങളെയും രക്ഷിക്കട്ടെ. ഇതാണ് അതിൻ്റെ അർത്ഥം. നന്നായിട്ട് അർത്ഥം മനസ്സിലാക്കണം. ഞാൻ ഒന്നും കൂടെ പറയാം. പരമാദ്യാപാനയുഗ്മം, പരമാദ്യ എന്ന ദേവത എൻ്റെ പാദയുഗ്മം, എഴുതുമ്പം പാനയുഗ്മം, രണ്ട് പാദങ്ങളെയും സംരക്ഷിക്കട്ടെ. നഖരാംശ നരോത്തമ, നഖരാംശ എൻ്റെ നഖങ്ങളെ, നരോത്തമ എന്ന ദേവത രക്ഷിക്കട്ടെ. സർവാംഗം എൻ്റെ അവയവങ്ങൾ മുഴുവനും, മേ സദാ, സദാ എപ്പോഴും, എൻ്റെ എല്ലാ അവയവങ്ങളെയും എപ്പോഴും, സർവേഷ സർവമംഗള എൻ്റെ എല്ലാ അവയവങ്ങളെയും സർവമംഗള എന്ന ദേവത രക്ഷിക്കട്ടെ. അപ്പം ഇത് മലയാളത്തിൽ അർത്ഥം വേണ്ടവർ എഴുതിക്കോ. പരമാദ്യ എന്ന ദേവത പാദങ്ങൾ രണ്ടിനെയും രക്ഷിക്കട്ടെ. നരോത്തമ നഖങ്ങളെ രക്ഷിക്കട്ടെ. സർവമംഗള എൻ്റെ എല്ലാ അവയവങ്ങളെയും രക്ഷിക്കട്ടെ. അടുത്തത് നോക്കേ. പാതുരാസേശ്വരി രാധ സ്വപ്നേ ജാഗരണേ ച മാം ജലേ സ്ഥലേ ചാന്തരീക്ഷേ സേവിത ജലശായിനി. ഇവിടെയും വലുതായിട്ട് അർത്ഥം എഴുതാനൊന്നുമില്ല. പാതു രാസേശ്വരി, രാസേശ്വരിയായ രാധ, സ്വപ്നേ ജാഗരണേ, അതേ ഉള്ള അർത്ഥം എഴുതാം. വേണമെങ്കിൽ എഴുതിക്കോ. ജാഗരണേ ഉണർന്നിരിക്കുക, ജാഗരണേ ഉണർന്നിരിക്കുക. ച ജലേ സ്ഥലേ ച അന്തരീക്ഷേ സേവിത ജലശായിനി. ഇതിൻ്റെ മൊത്തത്തിൽ അർത്ഥം ഞാൻ പറഞ്ഞു തന്നിട്ട് പറയാം. രാസേശ്വരിയായ സാക്ഷാൽ രാധാറാണി ഞാൻ സ്വപ്നം കാണുമ്പോഴും സ്വപ്നത്തിലും ഉണർന്നിരിക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ.
രാസേശ്വരിയായ രാധാറാണി സ്വപ്നത്തിലെന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കുമ്പോഴല്ലേ സ്വപ്നം കാണുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നെ രാസേശ്വരിയായ രാധാറാണി ഞാൻ ഉണർന്നിരിക്കുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും എന്നെ രക്ഷിക്കട്ടെ. ജലശായിനി എന്ന ദേവത സ്ഥലത്തിലും ജലത്തിലും ചുറ്റുപാടിലും നമ്മൾ താമസിക്കുന്ന ഈ സ്ഥലത്തും നമ്മൾ വെള്ളത്തിലിറങ്ങുമ്പോഴും നമ്മുടെ എല്ലാ ചുറ്റുപാടുകളിൽ നിന്നും നമ്മളെ രക്ഷിക്കട്ടെ. അപ്പം നോക്കേ, പാതു രാസേശ്വരി രാധ, എൻ്റെ രാസേശ്വരിയായ രാധാറാണി അമ്മ എന്നെ സ്വപ്നേ ജാഗരണേ ചമാം, മാം എന്നെ സ്വപ്നത്തിലും ജാഗരണത്തിലും, ജാഗരണം ഉണർന്നിരിക്കുമ്പോൾ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉണർന്നിരിക്കുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ഒരു നിമിഷം പോലും ഇല്ലാതെ അമ്മേ രാധാറാണി അമ്മേ, ഞാൻ ഉണർന്നിരിക്കുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എൻ്റെ പൊന്ന് രാസേശ്വരിയായ രാധാറാണി അമ്മ എന്നെ രക്ഷിക്കണേ അമ്മേ, ആപത്തുകൾ വരാതെ കാത്തുകൊള്ളണേ അമ്മേ. ജലേ സ്ഥലേ, ജലത്തിലും സ്ഥലത്തിലും ഭൂമിയിലും, ജലത്തിലും ഭൂമിയിലും ഖരാവസ്ഥ മനസ്സിലല്ലേ, ജലമല്ലാത്ത സ്ഥലം അതേ ഉദ്ദേശിക്കുന്നത്. ജലേ സ്ഥലേ, ജലത്തിലും സ്ഥലത്തിലും, ചാന്തരീക്ഷേ, അന്തരീക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അന്തരീക്ഷമല്ല, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ ആകാശമല്ല ഉദ്ദേശിക്കുന്നത്. അന്തരീക്ഷേ, ചുറ്റുപാടിലും, ജലശായിനി, ജലശായിനി എന്നെ രക്ഷിക്കട്ടെ. ഒന്നും കൂടെ നോക്കേ, പാതു രാസേശ്വരി, രാസേശ്വരിയായ രാധ സ്വപ്നേ ജാഗരണേ, സ്വപ്നത്തിലും ഉണർന്നിരിക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും എന്നെ രാധാറാണി രക്ഷിക്കട്ടെ. ജലേ സ്ഥലേ, ജലത്തിലും ഭൂമിയിലും, മറ്റ് ജലമില്ലാത്ത സ്ഥലങ്ങളിലും. ഭൂമിയിൽ 2 സ്ഥലമുണ്ട്, ജലാശയമുള്ളതും ജലാശയമില്ലാത്തതും. അപ്പം ജലാശയത്തിലും ജലാശയമില്ലാത്ത സ്ഥലത്തും, ചാന്തരീക്ഷേ, ചുറ്റുപാടിലും, സേവിത രക്ഷിക്കട്ടെ ജലശായിനി. അപ്പോൾ അർത്ഥം മൊത്തം വ്യക്തമായല്ലോ. എഴുതിക്കോ വേണമെങ്കിൽ. രാസേശ്വരിയായ രാധ എന്നെ സ്വപ്നത്തിലും ഉണർന്നിരിക്കുമ്പോഴും എന്നെ രക്ഷിക്കട്ടെ. രാസേശ്വരിയായ രാധ സ്വപ്നത്തിലും ഉണർന്നിരിക്കുമ്പോഴും എന്നെ രക്ഷിക്കട്ടെ. ജലശായിനി, ജലത്തിലും സ്ഥലത്തിലും ചുറ്റുപാടിലും എന്നെ രക്ഷിക്കട്ടെ. പ്രാച്യാം മേ സതതം പാതു പരിപൂർണതമപ്രിയാ, വഹ്നീശ്വരേ വഹ്നികോണേ ദക്ഷിണേ ദുഃഖനാശിനീ, നൈഋത്യേ സതതം പാതു നരകാർണവധാരിണീ, വാരുണേ വനമാലീശാ, വായവ്യാം വായുപൂജിത. ഇനി അടുത്തതിലേക്ക് നമുക്ക് കിടക്കാം. പ്രാച്യാം മേ സതതം പാതു പരിപൂർണതമപ്രിയാ, വഗ്നീശ്വരി വഗ്നികോണേ ദക്ഷിണേ ദുഃഖനാശിനീ. അതായത് പ്രാച്യാം മേ സതതം പാതു പരിപൂർണതമപ്രിയ, വഗ്നീശ്വരി വഗ്നികോണേ ദക്ഷിണേ ദുഃഖനാശിനി. അർത്ഥം എഴുതിക്കോ. പ്രാച്യാം, പ്രാച്യാം കിഴക്കുഭാഗത്ത്, പ്രാച്യാം കിഴക്കുഭാഗത്ത്, മേ എന്നെ, ദക്ഷിണേ തെക്കുഭാഗത്ത്, തെക്കുഭാഗത്ത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എന്താ? പ്രാച്യാം മേ കിഴക്ക് ഭാഗത്തന്നെ, സതതം പാതു സതതം എപ്പോഴും എന്നെ കാത്തുരക്ഷിക്കണം. പാതു കാത്തുരക്ഷിക്കണം. ആരാണ്? പരിപൂർണതമ, പരിപൂർണതമ പ്രിയ എന്ന ദേവത എന്നെ കിഴക്കേ ദിശയിലേക്ക് ഞാൻ സഞ്ചരിക്കുമ്പോൾ അവിടെ കിഴക്കെന്നെ കാത്തു രക്ഷിക്കണമേ. വഗ്നീശ്വരി, അത് ദേവതയുടെ പേരാ. വഗ്നികോണേ, എന്നെ വഗ്നികോണിൽ, അഗ്നികോണിൽ ആര് കാത്തു രക്ഷിക്കണം?
എന്നെ എന്താണ് വഗ്നീശ്വരി എന്ന ദേവത കാത്തുരക്ഷിക്കണം. ദക്ഷിണേ കിഴക്കു ഭാഗത്ത് എന്നെ ആരാണ് കാത്തുരക്ഷിക്കേണ്ടത്? ദുഃഖനാശിനി, എന്നെ കിഴക്കു ഭാഗത്ത് ദുഃഖനാശിനി സംരക്ഷിക്കണം. അപ്പൊ അതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം ഞാൻ പറഞ്ഞു തരാം. പരിപൂർണ തമപ്രിയ എന്ന ദേവത എന്നെ കിഴക്കു ഭാഗത്ത് രക്ഷിക്കണം. അഗ്നികോണ് വരും. അഗ്നികോണ് വരുമ്പോൾ എന്നെ വഗ്നീശ്വരി എന്ന ദേവത രക്ഷിക്കണം. ഞാൻ തെക്കു ഭാഗത്ത് എത്തിച്ചേരുമ്പോൾ എന്നെ ദുഃഖനാശിനി എന്ന ദേവത രക്ഷിക്കണേ. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എങ്ങോട്ട് നീങ്ങിയാലും രാധാറാണിയുടെ സംരക്ഷണം, രാധാറാണിയുടെ അംശാവതാരങ്ങളായ ദേവതകളുടെ സംരക്ഷണം ഉണ്ടാകും. അപ്പോൾ ഒന്നും കൂടെ നോക്കേ. പ്രാച്യാം മേ സതതം, പ്രാച്യാം കിഴക്ക് വശത്ത്, മേ എന്നെ, സതതം എപ്പോഴും, പാതു കാത്തുരക്ഷിക്കണേ, പരിപൂർണ തമപ്രിയ, പരിപൂർണ തമപ്രിയ എന്ന ദേവത എന്നെ കിഴക്ക് വശത്ത് കാത്തുരക്ഷിക്കണേ. വഗ്നീശ്വരി, വഗ്നീശ്വരി എന്ന ദേവത വഗ്നികോണേ, അഗ്നികോണിൽ, വഗ്നി അഗ്നി തീ, അഗ്നികോണിൽ എന്നെ വഗ്നീശ്വരി എന്ന ദേവത കാത്തുരക്ഷിക്കണേ. ദക്ഷിണേ ദുഃഖനാശിനി, കിഴക്ക് ഭാഗത്തന്നെ ദുഃഖനാശിനി എന്ന ദേവത രക്ഷിക്കണേ. വേണമെങ്കിൽ എഴുതിക്കോ. പരിപൂർണ തമപ്രിയ എന്ന ദേവത എന്നെ കിഴക്കു ഭാഗത്ത് എന്നും രക്ഷിക്കണേ. അഗ്നികോണിൽ വഗ്നീശ്വരി എന്നെ രക്ഷിക്കണേ. തെക്കു ഭാഗത്ത് ദുഃഖനാശിനി എന്നെ രക്ഷിക്കണേ. വീണ്ടും നോക്കേ. നൈര്യതേ സതതം പാതു നരകാർണവതാരിണി, വാരുണേ വനമാലീശ വായവ്യാം വായു പൂജിത. ഇവിടെ അർത്ഥം എഴുതേണ്ടത് നൈര്യത. അർത്ഥം എഴുത് നൈര്യത, തെക്കു പടിഞ്ഞാറ്. നൈര്യത ദിക്കുകളുടെ പേരാണ്. നൈര്യത തെക്കു പടിഞ്ഞാറ്. വാരുണ, വാരുണ വരുണദേവന്റെ ദിക്ക് ഏതാ? പടിഞ്ഞാറ്. വാരുണ പടിഞ്ഞാറ്. വായവ്യ, വായവ്യ വടക്കു പടിഞ്ഞാറ്. വായവ്യ വടക്കു പടിഞ്ഞാറ്. അപ്പൊ ശ്രദ്ധിച്ചേട്ടെ. നൈര്യതേ സതതം, നൈര്യതേ തെക്കു പടിഞ്ഞാറ്, സതതം എപ്പോഴും, പാതു എന്നെ കാത്തു രക്ഷിക്കണേ, നരകാർണവതാരിണി, നരകാർണവ താരിണി എന്ന ദേവത എന്നെ എല്ലായ്പ്പോഴും തെക്കു പടിഞ്ഞാറേ ദിശയിൽ കാത്തുരക്ഷിക്കണേ. വാരുണേ വനമാലി, ഞാൻ പടിഞ്ഞാറോട്ട് പോകുമ്പോൾ എന്നെ എപ്പോഴും വനമാലി എന്ന ദേവത കാത്തുരക്ഷിക്കണേ. വായവ്യാം വായു പൂജിതാം, മനസ്സിലെ? വായവ്യ എന്ന് പറയുന്ന ദിശയിൽ എന്നെ പൂജിത സംരക്ഷിക്കണേ. വായവ്യ വടക്കു പടിഞ്ഞാറ്. അപ്പോൾ വടക്കു പടിഞ്ഞാറ് ദിശയിൽ എന്നെ പൂജിത രക്ഷിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നരകാർണവതാരിണി എന്നെ നൈര്യത ദിശയിൽ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ നരകാർണവതാരിണി എന്നെ തെക്കു പടിഞ്ഞാറ് സംരക്ഷിക്കണേ. സാക്ഷാൽ പിന്നെ വരുണൻ, അതായത് പടിഞ്ഞാറേ ദിക്ക്, പടിഞ്ഞാറേ ദിക്കിൽ എന്നെ വനമാലി സംരക്ഷിക്കണേ. അതേ കണക്ക് തന്നെ വായവ്യ ദിശ, വടക്കു പടിഞ്ഞാറേ ദിശയിൽ എന്നെ പൂജിത സംരക്ഷിക്കണേ. ഒരിക്കൽ കൂടി അത് നോക്കേ. നൈര്യതേ സതതം, നൈര്യതേ തെക്കു പടിഞ്ഞാറേ ദിശയിൽ എന്നെ എപ്പോഴും, പാതു നരകാർണവ താരിണി, നരകാർണവ താരിണി എന്ന ദേവത കാത്തുരക്ഷിക്കണേ. വാരുണേ പടിഞ്ഞാറേ ദിശയിൽ, വനമാലീശ, വനമാലീശ എന്ന ദേവത കാത്തുരക്ഷിക്കണേ. വായവ്യാം വടക്കു പടിഞ്ഞാറേ ദിശയിൽ എന്നെ വായു പൂജിത, എന്നെ പൂജിത എന്ന ദേവത കാത്തുരക്ഷിക്കണേ. അപ്പൊ അർത്ഥം വേണമെങ്കിൽ എഴുതിക്കൊള്ളൂ. തെക്കു പടിഞ്ഞാറേ ദിശയിൽ, തെക്കു പടിഞ്ഞാറേ ദിശയിൽ എന്നെ നരകാർണവതാരിണി എന്ന ദേവത കാത്തുരക്ഷിക്കണേ. നരകാർണവതാരിണി എന്ന ദേവത കാത്ത് രക്ഷിക്കട്ടെ. പടിഞ്ഞാറേ ദിശയിൽ, പടിഞ്ഞാറേ ദിശയിൽ എന്നെ
വനമാലീശ എന്ന ദേവത കാത്തുരക്ഷിക്കട്ടെ. വനമാലീശ എന്ന ദേവത കാത്തുരക്ഷിക്കട്ടെ. വടക്കു പടിഞ്ഞാറേ ദിശയിൽ, വടക്കു പടിഞ്ഞാറേ ദിശയിൽ എന്നെ പൂജിത എന്ന ദേവത കാത്തുരക്ഷിക്കട്ടെ. കൗബേരേ മാം സദാ പാതു കൂർമേണ പരിഷേവിതാ ഐശാന്യാമീശ്വരേ പാതു ശതശൃംഗനിവാസിനി വനേ വനചരേ പാതു വൃന്ദാവനവിനോദിനി സർവത്ര സന്തതം പാതു സർവേഷാ വിരജേശ്വരി. ഇനി നമുക്ക് അടുത്തതേക്ക് വരാം. കൗബേരേ മാം സദാ പാതു കൂർമേണ പരിഷേവിതാ ഐശാന്യമീശ്വരീ പാതു ശതശൃംഗനിവാസിനി. അർത്ഥം എഴുതിക്കോ. കൗബേരേ, കൗബേരേ അർത്ഥം കുബേര ദിശയിൽ. കൗബേരേ അർത്ഥം കുബേരന്റെ ദിശയിൽ. ഏതാ കുബേരന്റെ ദിശ? വടക്ക്. അപ്പൊ കൗബേരേ അർത്ഥം വടക്ക് ദിശയിൽ. പിന്നെ അടുത്ത അർത്ഥം നിങ്ങൾ എഴുതേണ്ടത് ഈശാനം. ഈശാന ദിശ വടക്ക് കിഴക്ക്. ഈശാന ദിശ എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്ക്. അപ്പൊ രാധാകവചത്തിന്റെ പ്രത്യേകം മനസ്സിലായ നമ്മുടെ ഓരോ അവയവങ്ങളും പറഞ്ഞ് സംരക്ഷിക്കുന്നു, ഓരോ ദിക്കുകളിലും നമ്മളെ സംരക്ഷിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ സുരക്ഷിതരാണ് രാധാകവചം ധരിച്ചാൽ. അപ്പോൾ ഒന്ന് നോക്കേ. കൗബേരേ മാം ഇല്ലേ, കൗബേരേ വടക്ക് ദിശയിൽ, കുബേരന്റെ വടക്ക് ദിശയിൽ, മാം എന്നെ, സദാ എല്ലായ്പ്പോഴും, പാതു കൂർമേണ പരിഷേവിത വടക്ക് ദിശയിൽ എല്ലായ്പ്പോഴും എന്നെ കൂർമ്മസേവിത എന്ന ദേവത രക്ഷിക്കണമേ. കൂർമ്മസേവിത അത് ദേവതയുടെ പേരാ. അപ്പൊ കൗബേരേ മാം സദാ പാതു, കൗബേരേ എന്ന വടക്ക് ദിശയിൽ, മാം എന്നെ, സദാ എപ്പോഴും, പാതു കാത്തിരക്ഷിക്കണേ, കൂർമേണ പരിസേവിത കൂർമ്മസേവിത എന്ന ദേവത എന്നെ രക്ഷിക്കണേ. ഐശാന്യമീശ്വരീ പാതു ശതശൃംഗനിവാസിനി. അല്ലേ? അടുത്ത ഈശാന ദിശ. ഈശാന ദിശയിൽ എന്നെ, ആരാണ്? വടക്ക് കിഴക്ക് ദിശയിൽ. വടക്ക് കിഴക്ക് ദിശയിൽ എന്നെ ശതശൃംഗ നിവാസിനി രക്ഷിക്കട്ടെ. ഇവിടെ ഐശാന്യ എന്ന് പറയുന്ന ഈശാന്യ എന്നാണ്. ചേർത്ത് എഴുതുമ്പോഴാണ് പരിഷേവിത ഈശാന. പക്ഷെ അത് ചേർത്ത് എഴുതുമ്പം പരിസേവിത ഐശാന്യ എന്ന് വരുന്നു. ശരിക്കും ഐശാന്യ എന്ന് പറയുന്നത് ഈശാന ദിക്കാണ്. അവിടെ എന്നെ ശതശൃംഗ നിവാസിനി കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ശ്ലോകത്തിന്റെ അർത്ഥം കുബേര ദിശ, അതായത് വടക്ക് ദിശ, അവിടെ കൂർമ്മസേവിത എന്ന ദേവത എന്നെ രക്ഷിക്കട്ടെ. അതേ കണക്ക് വടക്ക് കിഴക്ക് ദിശ, അതായത് ഈശാന ദിശ, അവിടെ ശതശൃംഗ നിവാസിനി എന്ന ദേവത എന്നെ രക്ഷിക്കട്ടെ. അപ്പോൾ ഒരിക്കൽ കൂടി കേട്ടെ. കൗബേരേ മാം സദാ പാതു കൂർമേണ പരിഷേവിത. കുബേരേ വടക്ക് ദിശയിൽ, മാം എന്നെ, സദാ എപ്പോഴും, പാതു രക്ഷിക്കണേ, കൂർമേണേ കൂർമേണ എന്ന ദേവത സേവിത, കൂർമേണ സേവിത എന്ന ദേവത രക്ഷിക്കണേ. ഐശാന്യ ഈശാന ദിക്കില് ഈശ്വരി പാതു ശതശൃംഗ നിവാസിനി. ഈശാന ദിക്കെന്നറിയപ്പെടുന്ന വടക്ക് കിഴക്കെന്നെ ശതശൃംഗ നിവാസിനി രക്ഷിക്കണേ. ഇനിയും തീരുന്നില്ല നമുക്ക് രാധാമ്മ നമ്മളോടുള്ള സ്നേഹം. വനേ വനചാരി വനേ വനചരി പാതു വൃന്ദാവന വിനോദിനി സർവത്ര സന്തതം പാതു സർവേശ വിരജേശ്വരി. അവിടെ അർത്ഥം എഴുതാനൊന്നുമില്ല. വനേ, വനേ എന്ന് പറഞ്ഞാൽ വനത്തിൽ, വനചാരി
മനസ്സിലായില്ലേ? വനചാരി സഞ്ചരിക്കുമ്പോൾ, വനത്തിൽ സഞ്ചരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? വനേ വനചാരി പാദോ വൃന്ദാവന വിനോദിനി. അല്ലയോ രാധാമേ, ഞാൻ വനത്തിൽ സഞ്ചരിക്കുമ്പോൾ, കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്നെ വൃന്ദാവന വിനോദിനി എന്ന ദേവത രക്ഷിക്കണേ. ആ ദേവത എന്നെ കാത്തുകൊള്ളേണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് നല്ലതുപോലെ നോക്കേ. വനേ വനചാരി, വനചാരി വനത്തിലൂടെ സഞ്ചരിക്കുന്നവൻ. വനചാരിയുടെ അർത്ഥം വേണമെങ്കിൽ എഴുതി വെച്ചോ, വനത്തിലൂടെ സഞ്ചരിക്കുന്നവൻ. വനേ വനചാരി, ഞാൻ വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പാതു വൃന്ദാവന വിനോദിനി, എന്നെ വൃന്ദാവന വിനോദിനി എന്ന ദേവത സംരക്ഷിക്കണേ. സർവത്ര സന്തതം, സന്തതം എല്ലായ്പ്പോഴും, അത് വേണമെങ്കിൽ അർത്ഥം എഴുതിക്കോ, സന്തതം എല്ലായ്പ്പോഴും. സർവത്ര സന്തതം പാദോ സർവേശ വിരജേശ്വരി, എന്നെ സർവേശയായ വിരജേശ്വരി ദേവി സർവത്ര എപ്പോഴും എന്നെ കാത്തുരക്ഷിക്കണേ, വിരജേശ്വരി എന്ന ദേവി. അപ്പൊ ഇതിന്റെ അർത്ഥം വേണമെങ്കിൽ എഴുതിക്കോളൂ, അർത്ഥം വേണമെങ്കിൽ എഴുതിക്കോളൂ. ഞാൻ വനത്തിൽ സഞ്ചരിക്കുമ്പോൾ എന്നെ വൃന്ദാവന വിനോദിനി എന്ന ദേവത രക്ഷിക്കണേ. സർവേശയായ വിരജേശ്വരി എന്ന ദേവത എന്നെ എപ്പോഴും രക്ഷിച്ചുകൊണ്ട് കൂടെ ഉണ്ടാകണമേ, ഇതാണ് അർത്ഥം. അപ്പോൾ ഒന്നും കൂടെ നോക്കേ. വനേ വനചാരി പാതു വൃന്ദാവന വിനോദിനി, ഞാൻ വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ രാധാറാണി അമ്മേ, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ പൊന്നമ്മ വൃന്ദാവന വിനോദിനി എന്ന ദേവതയെ വിടണേ. സർവത്ര സന്തതം എല്ലായ്പ്പോഴും പാതു സർവേശ വിരജേശ്വരി, അമ്മേ അതുകൂടാതെ എല്ലായ്പ്പോഴും എന്നെ വിരജേശ്വരി എന്ന ദേവത എന്നെ കാത്ത് രക്ഷിക്കണേ എൻ്റെ പൊന്നമ്മേ എന്നാണ്. പ്രഥമേ പൂജിതായാ ച കൃഷ്ണേന പരമാത്മനാ ഷഡക്ഷര്യാ വിദ്യയാ ച സാ മാം രക്ഷതു കാതരം. ദ്വിതീയേ പൂജിതാ ദേവി ശംഭുനാ രാസമണ്ഡലേ നാനാസംഭൃതസംഭാരൈ മായാ പ്രകൃതിരീശ്വരീ. സപ്താക്ഷര്യാ വിദ്യയാ ച പൂജ്യയാ പ്രണവാദ്യയാ തൃതീയേ പൂജിതാ ദേവി ബ്രഹ്മണാ പരമാദരം. ശ്രീബീജയുക്തയാ ഭക്ത്യാ ചാഷ്ടാക്ഷര്യാ ച വിദ്യയാ ചതുർത്ഥേ പൂജിതാ ദേവി ശേഷേണ വിഘ്നനാശിനി. തേനൈവ സേവിതാ വിദ്യാ മായായുക്തനവാക്ഷരീ വിദ്യാ സാ ചാഭിധർമ്മേണ സേവിതാ പരമേശ്വരീ. ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അവസാന ഭാഗമാണ്. പ്രഥമേ പൂജിതായ ച കൃഷ്ണേന പരമാത്മനാ ഷഡക്ഷര്യാ വിദ്യയാ ച സാ മാം രക്ഷതു കാതരം. അപ്പോൾ ഇവിടെ അർത്ഥം പ്രഥമേ ആദ്യമായി, മാം രക്ഷതു കാതരം, മാം രക്ഷതു കാതരം എന്നെ രക്ഷിക്കണമേ. ശ്രദ്ധിച്ചു കേട്ടോളണം. പ്രഥമേ പൂജിതായ, ആദ്യമായിട്ട് ആരാണോ പ്രഥമേ ആദ്യമായി, പൂജിതായ ആരോ ഒരാൾ പൂജിക്കുന്നു. ആരാണ്? ച ശ്രീകൃഷ്ണേന, ച കൃഷ്ണേന, കൃഷ്ണേന പൂജിക്കപ്പെടുന്ന ഒരാള് പരമാത്മനാം,
ഷടാക്ഷര്യ വിദ്യയാ, ഷടാക്ഷരി വിദ്യ കൊണ്ട് കൃഷ്ണനാൽ പൂജിക്കപ്പെടുന്ന ഒരാള് മാം രക്ഷതു കാതരം, എന്നെ രക്ഷിക്കട്ടെ. ആദ്യമായി പരമാത്മാവായ ശ്രീകൃഷ്ണനാൽ ഷടാക്ഷരി വിദ്യ കൊണ്ട് പൂജിക്കുന്ന ദേവി, അതായത് രാധാദേവി എന്നെ രക്ഷിക്കട്ടെ. ഈ ഷടാക്ഷരി മന്ത്രം ഏതെന്ന് ഞാൻ പ്രത്യേകമായിട്ടൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടാൽ മതി. അതുകൊണ്ട് ഷടാക്ഷരി മന്ത്രത്തെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ കൃഷ്ണൻ രാധാജിക്ക് വേണ്ടി ജപിക്കുന്ന, രാധാജിയെ പൂജിക്കുന്ന മന്ത്രമാണ് ഷടാക്ഷരി. മനസ്സിലായ? കൃഷ്ണൻ രാധാജിയെ പൂജിക്കുകയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. രാധാജി കൃഷ്ണനെ അല്ല പൂജിക്കുന്നത്. കൃഷ്ണൻ രാധാദേവിയെ പൂജിക്കുന്ന ഷടാക്ഷരി മന്ത്രമുണ്ട്. ആ ഷടാക്ഷരി മന്ത്രം കൊണ്ട്, ആ ഷടാക്ഷരി മന്ത്രത്തെക്കുറിച്ച് ഒരു പ്രത്യേക വീഡിയോ ഞാൻ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ കേട്ടെ. പ്രഥമേ പൂജിതായ, ആദ്യമായി ഒരാൾ പൂജിക്കുന്നു. ആര്? ച കൃഷ്ണേന, കൃഷ്ണൻ പൂജിക്കുന്നു. പരമാത്മന, പരമാത്മാവായ കൃഷ്ണനാൽ പൂജിക്കപ്പെടുന്ന ഒരാളുണ്ട്. കൃഷ്ണൻ എങ്ങനെ പൂജിക്കുന്നു? ഷടാക്ഷര്യ വിദ്യയാ, ഷടാക്ഷരി മന്ത്രം കൊണ്ട് പൂജിക്കുന്നു. ഷടാക്ഷരി മന്ത്രത്തെക്കുറിച്ച് വീഡിയോ ഇറക്കി കഴിഞ്ഞു. ച സാ മാം രക്ഷതു കാതരം. അങ്ങനെ ശ്രീകൃഷ്ണൻ ഷടാക്ഷരി വിദ്യ കൊണ്ട് പൂജിക്കുന്ന, അല്ലെങ്കിൽ ഷടാക്ഷരി വിദ്യ കൊണ്ട് ശ്രീകൃഷ്ണനാൽ പോലും പൂജിക്കപ്പെടുന്ന സാക്ഷാൽ രാധാദേവി എന്നെ കാത്തു രക്ഷിക്കട്ടെ എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പൊ അർത്ഥം വേണമെങ്കിൽ എഴുതിക്കോ. ആദ്യമായി പരമാത്മാവായ ശ്രീകൃഷ്ണൻ ഷടാക്ഷരി വിദ്യ കൊണ്ട് പൂജിക്കുന്ന രാധാദേവി എന്നെ രക്ഷിക്കട്ടെ. ഇനി ദ്വിതീയേ പൂജിതാ ദേവി ശംഭൂനാ രാസമണ്ഡലേ നാനാ സംഭൃത സംഭാരൈർമായ പ്രകൃതിരീശ്വരീ. അർത്ഥം എഴുതിക്കോ. നാനാ സംഭൃത, അർത്ഥം പല വിധത്തിൽ ശേഖരിക്കപ്പെട്ട, പല വിധത്തിൽ ശേഖരിക്കപ്പെട്ട. സംഭാരൈർ, സംഭാരൈർ അർത്ഥം ഉപകരണങ്ങളാൽ, സംഭാരൈർ ഉപകരണങ്ങളാൽ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ശ്ലോകത്തിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. രണ്ടാമതായി, ഒന്നാമത്തെ കാര്യം ആരാ പറഞ്ഞിരിക്കുന്നത്? രാധാറാണിയെ ആരൊക്കെ പൂജിക്കുന്നു എന്ന് പറയുകയാണ്. ഒന്നാമതായി സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ഷടാക്ഷരി വിദ്യ കൊണ്ട് രാധാറാണിയെ പൂജിക്കുന്നു. ഈ ലോകം മുഴുവനുമുള്ള ആൾ പൂജിക്കുന്ന കൃഷ്ണൻ, ആ കൃഷ്ണൻ ആരെ പൂജിക്കുന്നു? രാധയെ പൂജിക്കുന്നു. രാധ കൃഷ്ണനെ പൂജിക്കുന്നതായിട്ട് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാണ് അവർ തമ്മിലുള്ള ബന്ധം. അപ്പൊ രണ്ടാമതായി രാസമണ്ഡലത്തിൽ പല വിധത്തിൽ ശേഖരിക്കപ്പെട്ട ഉപകരണങ്ങളാൽ എന്തു ചെയ്യുന്നു? ശംഭു, ശിവൻ മായാപ്രകൃതിയായ ഈശ്വരിയെ സപ്താക്ഷരി വിദ്യ കൊണ്ട് പൂജിക്കുന്നു. അത് അടുത്ത വരിയാണ് സപ്താക്ഷരി വിദ്യ എന്ന് കിടക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോളണം. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ദ്വിതീയേ, ദ്വിതീയേ രണ്ടാമതായി. പൂജിതാ ദേവി, ഒരു ദേവി പൂജിക്കപ്പെടുന്നു. ശംഭൂന, ശിവനാൽ പൂജിക്കപ്പെടുന്നു. രാസമണ്ഡലേ നാനാ സംഭൃത, പലതരത്തിൽ സംഭരിക്കപ്പെട്ട സംഭാരൈർ ഉപകരണങ്ങൾ കൊണ്ട് മായാപ്രകൃതി ഈശ്വരി, മായാപ്രകൃതിയായ ഈശ്വരിയെ ശിവൻ പൂജിക്കുന്നു. അങ്ങനെ സപ്താക്ഷര്യ വിദ്യയ, സപ്താക്ഷരി വിദ്യ കൊണ്ടാണ് ആരെ പൂജിക്കുന്നത്? സപ്താക്ഷരി വിദ്യയാ ച പൂജ്യയാ പ്രണവാദ്യയാ. സപ്താക്ഷരി വിദ്യ കൊണ്ട് ഓംകാരത്തിൻ്റെ പോലും പൊരുളായ സാക്ഷാൽ രാധാറാണിയെ ശിവൻ പൂജിക്കുന്നു. ആ രാധാറാണി എന്നെ രക്ഷിക്കട്ടെ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അർത്ഥം വേണമെങ്കിൽ എഴുതിക്കോ. രണ്ടാമതായി രാസമണ്ഡലത്തിൽ നാനാപ്രകാരത്താൽ ശേഖരിക്കപ്പെട്ട
ഉപകരണങ്ങളാൽ ശിവൻ മായാപ്രകൃതിയായ ഈശ്വരിയെ സപ്താക്ഷരി വിദ്യ കൊണ്ട് പൂജിക്കുന്നു. സപ്താക്ഷരി വിദ്യ കൊണ്ട് പൂജിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം. ദ്വിതീയേ പൂജിതാ ദേവി, രണ്ടാമതായി ഒരു ദേവി പൂജിക്കപ്പെടുന്നു. ശംഭൂന, ശിവനാൽ പൂജിക്കപ്പെടുന്നു. എവിടെ? രാസമണ്ഡലേ, രാസമണ്ഡലത്തിൽ നാനാ സമ്പ്രദ, പലതരത്തിൽ ശേഖരിക്കപ്പെട്ട സംഭാരൈ, ഉപകരണങ്ങൾ കൊണ്ട്, എന്ന് വെച്ചാൽ വാദ്യമേളങ്ങൾ, ചെണ്ടായി, ഇലങ്ക, മദ്ദളം, അങ്ങനെ വാദ്യോപകരണങ്ങൾ കൊണ്ട് ആരെ പ്രയോഗിക്കുന്നു? മായാപ്രകൃതീശ്വരി. ഇവിടുത്തെ മായാപ്രകൃതിയായിട്ടുള്ള സാക്ഷാൽ രാധാറാണിയെ എങ്ങനെ പൂജിക്കുന്നു? സപ്താക്ഷര്യാ വിദ്യയാ ച പൂജ്യയാ പ്രണവാദ്യയാ, സപ്താക്ഷരി വിദ്യ കൊണ്ട് പൂജിക്കപ്പെടുന്നു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? തൃതീയേ പൂജിതാ ദേവി ബ്രഹ്മണാ പരമാദരം ശ്രീബീജയുക്തയാ ഭക്ത്യാ ചാഷ്ടാക്ഷര്യാ ച വിദ്യയാ. തൃതീയ, മൂന്നാമതായി, ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് പറയാം. മൂന്നാമതായി ദേവിയെ ബ്രഹ്മാവ് ഭക്ത്യാദരപൂർവം ശ്രീ ബീജയുക്തമായ അഷ്ടാക്ഷരി വിദ്യ കൊണ്ട് പൂജിക്കുന്നു. ഇതിനൊക്കെ പ്രത്യേകം വീഡിയോ ഞാൻ ഇറക്കുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചേട്ടെ. തൃതീയെ, മൂന്നാമതായിട്ട്. അപ്പോൾ ഒന്നാമതായിട്ട് ശ്രീകൃഷ്ണൻ പൂജിക്കുന്നു. രണ്ടാമതായിട്ട് ശിവൻ രാസമണ്ഡലത്തിൽ പല പല ഉപകരണങ്ങൾ കൊണ്ട് പിന്നെ പൂജിക്കുന്നു. മൂന്നാമതായിട്ട് തൃതീയെ പൂജിതാ ദേവി ബ്രഹ്മണ, ബ്രഹ്മാവ് പൂജിക്കുന്നു. പരമാദരം, ഭക്തി ആദരങ്ങളോടു കൂടി ശ്രീ ബീജയുക്തയ, ബീജയുക്തമായ മന്ത്രം കൊണ്ട്. എങ്ങനെ? ബീജയുക്തയാ ഭക്ത്യ അഷ്ടാക്ഷര്യ, ചേർത്തെഴുതുമ്പം ചഷ്ടാക്ഷര്യ, അഷ്ടാക്ഷരി മന്ത്രം കൊണ്ട് ച വിദ്യയാ. മനസ്സിലായ? അപ്പം മൂന്നാമതായിട്ട് രാധാറാണിയെ ബ്രഹ്മാവ് ഭക്ത്യാദരപൂർവം ശ്രീ ബീജയുക്തമായ അഷ്ടാക്ഷരി വിദ്യയാൽ എന്ത് ചെയ്യുന്നു? പൂജിക്കുന്നു. അങ്ങനെയുള്ള ദേവി ഞങ്ങളെ രക്ഷിക്കട്ടെ. ഇനി ഒടുവിൽ ചതുർത്ഥേ പൂജിതാ ദേവി ശേഷേണ വിഘ്നനാശിനി തേനൈവ സേവിതാ വിദ്യ മായായുക്ത നവാക്ഷരീ. ചതുർത്ഥേ, ചതുർത്ഥേ നാലാമതായിട്ട്, ചതുർത്ഥേ പൂജിതാ ദേവി, ദേവിയെ പൂജിക്കുന്നു, ഇല്ലേ? അപ്പൊ അതിന്റെ മൊത്തം അർത്ഥം നാലാമതായിട്ട് വിഘ്നനാശിനിയായ, അതായത് തടസ്സങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന, അതിന് മറ്റൊരാളും നമുക്കുണ്ട്, ഗണപതി. അപ്പൊ ഓർമ്മിക്കുക, ജീവിതത്തിൽ നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് ആരെയൊക്കെ പൂജിക്കാം? ഗണപതിയെ പൂജിച്ചാലും തടസ്സം വരില്ല, രാധാറാണിയെ പൂജിച്ചാലും മനസ്സം വരില്ല. അപ്പൊ നാലാമതായി വിഘ്നനാശിനിയായ ദേവിയെ ശേഷൻ, ആദിശേഷൻ മായായുക്തമായ നവാക്ഷരി വിദ്യ കൊണ്ട്, അതായത് ഹ്രീം എന്ന അക്ഷരം വരുന്ന മന്ത്രം കൊണ്ട് പൂജിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നോക്കേ, ചതുർത്ഥേ നാലാമതായി പൂജിത, പൂജിക്കുന്നു, ദേവി, ദേവിയെ, ശേഷേണ അനന്തൻ ശേഷനാഗം, വിഘ്നനാശിനി നമുക്ക് തടസ്സങ്ങൾ വരാതെ കാത്തിരക്ഷിക്കുന്ന വിഘ്നനാശിനിയായ രാധാറാണിയെ, തേനൈവ സേവിത എപ്പോഴും പൂജിക്കുന്നു, വിദ്യ മായായുക്ത നവാക്ഷരി, നവാക്ഷരി വിദ്യ കൊണ്ട് പൂജിക്കുന്നു. അപ്പൊ അർത്ഥം വേണമെങ്കിൽ എഴുതിക്കോ. നാലാമതായി വിഘ്നനാശിനിയായ ദേവിയെ ശേഷൻ മായായുക്തമായ നവാക്ഷര വിദ്യ കൊണ്ട് പൂജിക്കുന്നു. നാലാമതായി വിഘ്നനാശിനിയായ ദേവിയെ ശേഷൻ മായായുക്തമായ, അതായത് ഹ്രീം വരുന്ന നവാക്ഷര വിദ്യ കൊണ്ട് പൂജിക്കുന്നു. തേനൈവ സേവിത വിദ്യാ സാചാഭി ധർമ്മേണ സേവിത പരമേശ്വരി. സേവിത പൂജിക്കുന്നു. അപ്പൊ എങ്ങനെയാ പറയുന്നത്? വിദ്യാ സാചാഭി വിദ്യ കൊണ്ട് പൂജിക്കുന്നു,
ധർമ്മേണ സേവിത. ആരാ പൂജിക്കുന്നത്? ധർമ്മദേവൻ പൂജിക്കുന്നു പരമേശ്വരി. അപ്പൊ ആ പരമേശ്വരിയെ ഇപ്പോൾ സാക്ഷാൽ ധർമ്മദേവൻ അതേ വിദ്യ കൊണ്ട് പൂജിക്കുന്നു. അതാ വിദ്യാസാചാപി, വിദ്യ കൊണ്ട്. ധർമ്മേണ, ധർമ്മദേവൻ ധർമ്മേണ സേവിത പൂജിക്കുന്നു പരമേശ്വരി. ആ പരമേശ്വരിയെ, അപ്പൊ ഇതിന്റെ അർത്ഥം എഴുതിക്കോ, ആ പരമേശ്വരിയെ ഇപ്പോൾ ധർമ്മദേവൻ അതേ വിദ്യ കൊണ്ട് പൂജിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരാ രാധാറാണി എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നു സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ലോകത്തുള്ള സകല ജനങ്ങളും ആദരിക്കുന്ന, തൊഴുന്ന, പൂജിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണൻ ഷടാക്ഷരി വിദ്യ കൊണ്ട് രാധാറാണിയെ പൂജിക്കുന്നു. ആ രാധാറാണി എന്നെ രക്ഷിക്കട്ടെ. നമ്മളെല്ലാം പൂജിക്കുന്ന സാക്ഷാൽ ശിവൻ രാസമണ്ഡലത്തില് വിവിധ ഉപകരണങ്ങൾ കൊണ്ട് സപ്താക്ഷരി വിദ്യ കൊണ്ട് പൂജിക്കുന്ന ദേവിയായ രാധാറാണി നമ്മളെ രക്ഷിക്കട്ടെ. മൂന്നാമതായി സാക്ഷാൽ ബ്രഹ്മദേവൻ അത്യധികം ഭക്തിയോടുകൂടി ബീജയുക്തമായ അഷ്ടാക്ഷരി വിദ്യ കൊണ്ട് പൂജിക്കുന്ന രാധാദേവി എന്നെ രക്ഷിക്കട്ടെ. പിന്നെ നാലാമതായി സർവ തടസ്സങ്ങളും നീക്കിത്തരുന്ന സാക്ഷാൽ രാധാദേവി, ആദിശേഷൻ പൂജിക്കുന്ന രാധാദേവി. അപ്പൊ സാക്ഷാൽ ആദിശേഷൻ മായായുക്തമായ ഹ്രീം എന്ന നവാക്ഷര വിദ്യ കൊണ്ട് പൂജിക്കുന്ന, തടസ്സങ്ങളെ നീക്കുന്ന വിഘ്നനാശിനിയായ രാധാദേവി എന്നെ രക്ഷിക്കട്ടെ. ഒടുവിലായിട്ട് പറയുന്നു ആ സാക്ഷാൽ ധർമ്മദേവൻ ഇതേ അഷ്ടാക്ഷരി വിദ്യ കൊണ്ട് തന്നെ പൂജിക്കുന്ന, ആ പല നവാക്ഷരി വിദ്യ കൊണ്ട് പൂജിക്കുന്ന ആ സാക്ഷാൽ രാധാറാണി എന്നെ രക്ഷിക്കട്ടെ. ഇതാണ് രാധാകവചം. ഈ രാധാകവചം എന്തെന്നറിയുന്നതിന്, രാധാകവചത്തിന്റെ മഹത്വം അറിയാൻ നിങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ കാണണം. എൻ്റെ രാധാകവചത്തിന്റെ ഇന്നലെ പുറത്തിറങ്ങിയ ആ രാധാകവചം നിത്യവും ജപിച്ചാൽ എന്നത് കാണുക. ഇങ്ങനെ പൊരുളറിയാതെ ജപിക്കരുതേ. വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജപിക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് ഗുണമുണ്ടായില്ല. കാരണം നിങ്ങൾ വാക്കുകളുടെ അർത്ഥം അറിയാതെ ജപിച്ചാൽ ചുണ്ടുകളാണ് ചലിക്കുന്നത്. അതുകൊണ്ട് പ്രയോജനമില്ല, ഹൃദയം വരണം. ഇനി നാളത്തെ ദിവസം ഈ വീഡിയോ രാവിലെ 10 മണിക്ക് നമ്മുടെ കൃഷ്ണപ്രിയ പാടിയത് ഞാൻ ഇറക്കുന്നതാണ് ഫുള്ളായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇച്ചിരിച്ചാണ് കിട്ടിയത്. കൃഷ്ണപ്രിയ ഇറക്കുന്ന വീഡിയോ, കൃഷ്ണപ്രിയയുടെ ഈ വീഡിയോ ഫുള്ളായിട്ട്, രാധികാ കവചം ഫുള്ളായിട്ട് നാളത്തെ ദിവസം ഞാൻ ഫുള്ളായിട്ട് ഇറക്കുന്നതാണ്. ഹെഡിങ് ഞാൻ ഹിന്ദിയിൽ കൊടുത്തേക്കും, രാധികാ കവചം എന്ന് കൊടുത്തേക്കും. കാരണം അവരും കൂടെ കാണാൻ വേണ്ടിയാണ്. വായിക്കൂ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.